പലതരം ചേരുവകൾ. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നോർത്ത് ഇന്ത്യൻ ആലു പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ്. വലിയ പണിയൊന്നുമില്ല, നമുക്ക് എളുപ്പം തന്നെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഇതിന് കറിയൊന്നും ആവശ്യമില്ല. നമുക്ക് വെറുതെ ഇങ്ങനെ കഴിക്കാം. പൊട്ടറ്റോയുടെ മസാല കത്തുണ്ടല്ലോ, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കാടോ അല്ലെങ്കിൽ മയോണൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാലഡോ കൂട്ടി നമുക്ക് കഴിക്കാം. വീഡിയോ അവസാനം വരെ കാണാൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ആലു പൊറോട്ട തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ആലു അഥവാ പൊട്ടറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 5-6 പൊട്ടറ്റോ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ടെടുക്കാം. പൊട്ടറ്റോ മുങ്ങി കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ടെടുത്ത് മീഡിയം ഫ്ലെയിമിൽ അടിച്ചു വെച്ച് 3-4 വിസിൽ വേവിക്കാം. പൊട്ടറ്റോ മുഴുവനായിരുന്നതുകൊണ്ട് 3-4 വിസിൽ വേണ്ടി വരും ഇത് വേവാനായിട്ട്. അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് ആവശ്യം വരാന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പൊട്ടറ്റോ കുക്കാവുന്ന സമയം കൊണ്ട് പൊറോട്ടയ്ക്ക് വേണ്ട പൊടി കുഴച്ചെടുക്കാം. നിങ്ങൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നപ്പോൾ ഒരു ഡോ തയ്യാറാക്കി എടുത്താലും മതി. ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പൊടിക്ക് മാത്രമുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൂടി പോയ കൊള്ളുണ്ടാവില്ല. 1 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഗീയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒരു 3 ടേബിൾ സ്പൂണും കൂടി ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലൊരു ഡോ തയ്യാറാക്കി എടുക്കാം. ഇത്രയും പൊടി കൊണ്ട് മീഡിയം സൈസിലുള്ള ഒരു 5-6 പൊറോട്ട റെഡിയാക്കാം കേട്ടോ. ഇത്രയും അളവിന് മീഡിയം സൈസിലുള്ള ഒരു 3-4 പൊട്ടറ്റോ മതിയാവും. ഞാൻ മസാല കുറച്ച് അധികം തയ്യാറാക്കിയതാണ്. നമുക്കത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യം വരുന്നതിനനുസരിച്ച് മാവ് കുഴച്ചുണ്ടാക്കി എടുക്കാമല്ലോ. പൊടിയുടെ എല്ലാ സ്ഥലത്തേക്കും നല്ലതുപോലെ നനവാകുന്നത് വരെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചെടുത്ത് കുഴച്ചെടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, പൊടിയുടെ എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ട് നനവ് വന്നിട്ടുണ്ട്. ചെറിയ പശപ്പായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ആവശ്യമില്ല, നന്നായിട്ട് കുഴച്ചെടുക്കുക. പൊടി ആവശ്യം വരാന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കുറച്ചിട്ടെടുത്ത് കുഴച്ചെടുക്കാം. ഈ രീതിയിൽ ചപ്പാത്തിക്ക് കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും. 10 മിനിറ്റോളം സമയം എടുത്ത് തന്നെ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ നേരം കൊണ്ട് നമുക്ക് പൊട്ടറ്റോ മസാല റെഡിയാക്കാം. ഞാൻ പൊട്ടറ്റോ മസാലയിൽ പാലൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്തെടുക്കാം. പൊട്ടറ്റോ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒക്കെയാണ് ഞാനിവിടെ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ നിന്നൊരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മസാല റെഡിയാക്കുന്ന ബോളിലേക്ക് അരിഞ്ഞ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കാം. മീഡിയം എരിവുള്ള ഒരു പച്ചമുളക് അരിഞ്ഞിടുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിരുന്നേ. പൊട്ടറ്റോയിൽ ചെറിയ ഉപ്പ് വന്നിട്ടുണ്ടാവും, എന്നാലും വെജിറ്റബിൾസ് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നീട് എല്ലാം മിക്സ് ചെയ്ത സമയത്ത് ആവശ്യമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഉപ്പ്. ഇത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല ഇതിന് നിർബന്ധമാട്ടോ. 1.5 ടേബിൾ സ്പൂൺ ചാട്ട് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗരം മസാലയാണ് പിന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതൊരു 1/4 ടീസ്പൂൺ മതിയാവും. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതും ഒരു ഹാൻഡ്ഫുൾ പാലക്ക് കൂടി അരിഞ്ഞതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ച പൊട്ടറ്റോ ഞാനിവിടെ സ്ട്രെയിൻ ചെയ്ത് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതൊരു ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി ഇത് തൊണ്ട് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നിങ്ങളുടെ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒടിച്ചെടുത്താലും മതി. ഇതിൽ കട്ടകളൊന്നും ഇല്ലാണ്ട് ഒടിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചപ്പാത്തി വരുത്തുന്ന സമയത്ത് പൊട്ടിപ്പോകും. നമ്മുടെ മിക്സിലേക്ക് പൊട്ടറ്റോ മാഷ് ചെയ്തതും കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാട്ട് മസാല എരിവ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വലിപ്പത്തിലും എണ്ണത്തിലും ഇതിൽ നിന്ന് ബോൾസ് റെഡിയാക്കി എടുക്കാം. കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ട് വേണം ബോൾസ് റെഡിയാക്കാൻ. അപ്പൊ കയ്യിലൊട്ടി പിടിക്കുമല്ലോ, നമുക്ക് എളുപ്പം ബോൾസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. മീഡിയം സൈസിലുള്ള 6 ആലു പൊറോട്ടയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് 6 ബോൾസ് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലോട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമ്മൾ കുഴച്ച് വെച്ചിട്ടോ ഇത്രയും സമയം കൊണ്ട് കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്ത് ബോൾസ് റെഡിയാക്കണം. പൊട്ടറ്റോ ബോൾസിനേലും കുറച്ചുകൂടി വലുപ്പത്തിൽ ഈ ബോൾസ് റെഡിയാക്കാം കേട്ടോ. പൊട്ടറ്റോയുടെ ഒപ്പം എടുക്കണ്ട, ഇച്ചിരി ഒരു പൊടിക്ക് കൂടി വലുപ്പം കൂട്ടി ബോൾസ് റെഡിയാക്കാം. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് ഇങ്ങനെ പരത്തി കൊടുക്കാം. ഒരു പൊട്ടറ്റോ ബോൾ ഇതിൻ്റെ അകത്ത് വെക്കാൻ പറ്റണം. അതനുസരിച്ച് അത്രയും വലുപ്പത്തിൽ ഇത് പരത്തി കൊടുത്തിട്ട് അതിനകത്ത് ഒരു പൊട്ടറ്റോ ബോൾ വെച്ച് ഇതേമാതിരി ഒരു ബോൾ റെഡിയാക്കാം. ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം. ഇനി ഒരു ചപ്പാത്തി പലക എടുത്ത് അതിൽ ഓയിൽ തേച്ച് വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. പൊടിയിട്ട് പരത്തണ്ട കേട്ടോ. പൊടിയിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊങ്ങാൻ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ നമ്മുടെ ആലു പൊറോട്ടയ്ക്ക് ഇച്ചിരി ബലം വരും പുറത്തൊക്കെ. ഇത് ആലു പൊറോട്ട ആയതുകൊണ്ട് തീരെ അങ്ങ് കനം കുറച്ച് പരത്തണ്ട, ഇത്തിരി കട്ടിയിൽ പരത്തിയെടുക്കാം. ഇതേ രീതിയിൽ ഓരോന്നും പരത്തി അപ്പം ചട്ടിയിലേക്ക് ഇട്ട് ചുട്ടെടുത്താൽ മതി. ഇതൊന്നിന് മുകളിൽ ഒന്നായിട്ട് വച്ചേക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് നിരത്തി വെക്കേണ്ടി വരും. അന്നേരം കൊണ്ട് ഓരോന്നോരോന്ന് പരത്തി അപ്പം ചുട്ടെടുത്താൽ മതി. കണ്ടില്ലേ, ഈ കണത്തിൽ പരത്തിയെടുക്കാം. ഇനി ഇത് മീഡിയം ചൂടായിട്ടുള്ള ചട്ടിയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാടിയ ശേഷം മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയോ അല്ലെങ്കിൽ ഓയിലോ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് തേച്ചെടുക്കാം. ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ആ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ചെറിയ ഗോൾഡൻ കളറൊക്കെ വന്ന ശേഷം ഒന്ന് മറിച്ചിട്ടെടുക്കുക. വീണ്ടും ഗീ തേച്ചെടുക്കുക ഇപ്പുറത്തെ സൈഡിൽ.
അകത്ത് മസാല ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ചെറുതായിട്ടൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ വല്ലാതെ അങ്ങ് പോളക്കില്ല, അത് സാറില്ല. ഇതേ രീതിയിൽ 2 സൈഡ് നന്നായിട്ട് കുക്കായി ഉറപ്പ് വന്ന ശേഷം ചട്ടിയിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ആലു പൊറോട്ടയും നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലൊക്കെ ഇല്ലാത്തവർ ഇടണ്ട, ബാക്കി പൊട്ടാറ്റോ മാത്രം വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് കമൻ്റ് ഒന്നും അടിക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ.